ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അധ്യാത്മ രാമായണം, അതായത് രാമായണം ആരോടാണ് നമ്മൾ പറയേണ്ടത്? ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഭക്തി ചെയ്തവർക്ക് മാത്രമേ ജ്ഞാനം മനസ്സിലാകുകയുള്ളൂ. ഈ ഇരിക്കുന്ന, ഈ ശ്രവിക്കുന്ന, ഈ കാണുന്ന നിങ്ങളെല്ലാവരും യഥാർത്ഥ ഭക്തന്മാരാണ്. അതായത് ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരനെ അറിയാനും ഈശ്വരനെ നേടാനും വേണ്ടി മാത്രം ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാമായണ ജ്ഞാനം കേൾക്കാൻ യോഗ്യത ഉള്ളവരാണ്. പക്ഷേ ഭക്തി വിമുഖന്മാർ തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഭഗവാനെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. രാമായണത്തിൽ പറയുന്നത് ഭക്തി വിമുഖന്മാർക്ക് ജ്ഞാനത്തിൻ്റെ ആവശ്യം ഇല്ല. അഥവാ ജ്ഞാനം കേൾക്കുകയാണെങ്കിലും സ്വന്തം ബുദ്ധി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുകയില്ല. ഈശ്വരൻ തരുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളവരാണ് രാമായണ ജ്ഞാനം കേൾക്കാൻ യോഗ്യരായവർ. രാമമാഹാത്മ്യമിദം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷിതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം. രാമായണം എന്നത് വെറും ഒരു കഥ മാത്രമല്ല, വേദാന്ത സാരമാണ്. സാധാരണക്കാർക്ക് വേദം, ഇതിഹാസം, ഗ്രന്ഥം, പുരാണം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് വാൽമീകി മഹർഷി ഇതിനെ ഒരു കഥയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രാമായണം എന്നത് പവിത്രമായൊരു ഗ്രന്ഥമാണ്. വളരെ ഗഹനമായൊരു ഗ്രന്ഥമാണ് രാമായണം. രാമായണത്തിൽ ഇന്നത്തെ ലോകത്തെ അനേകം കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളെ ഒരു കഥയുടെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ രാമായണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഹനിക്കപ്പെടുന്നു, മുക്തി നൽകുന്നു, ആനന്ദപ്രദായകമാണ് ഈ രാമായണം. ഇങ്ങനെ അനേകം മഹാത്മ്യങ്ങൾ രാമായണത്തിനുണ്ട്. രാമായണം എന്ന മഹാകാവ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ്. അതുമാത്രമല്ല, നമ്മുടെ കൂടെയുള്ള, നമുക്ക് അടുത്തെല്ലാം വസിക്കുന്ന കഥാപാത്രങ്ങൾ രാമായണം എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദശരഥൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഭരതൻ, ശത്രുഘ്നൻ, കുംഭകർണൻ, രാവണൻ, വിഭീഷണൻ, മാരീചൻ എന്നിങ്ങനെയുള്ള പല സ്വഭാവത്തിലുള്ളവരെയും ഈ രാമായണം എന്ന മഹാകാവ്യത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് രാമായണത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര ശ്ലോകങ്ങളുണ്ടെന്നറിയാം. രാമായണത്തിലുള്ളത് ആകെ 7 ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തേത് ബാലകാന്ഡം, 1700 ശ്ലോകങ്ങൾ. രണ്ടാമത്തേത് അയോധ്യാകാന്ഡം, 3186 ശ്ലോകങ്ങൾ. മൂന്നാമത്തേത് ആരണ്യകാന്ഡം, 2040 ശ്ലോകങ്ങൾ. നാലാമത്തേത് കിഷ്കിന്ധാകാന്ഡം, 2284 ശ്ലോകങ്ങൾ. അഞ്ചാമത്തേത് സുന്ദരകാന്ഡം, 1474 ശ്ലോകങ്ങൾ. ആറാമത്തേത് യുദ്ധകാന്ഡം, 5154 ശ്ലോകങ്ങൾ. ഏഴാമത്തേത് ഉത്തര രാമായണം, 4268 ശ്ലോകങ്ങൾ. രാമായണത്തിലെ മുഖ്യ കഥാപാത്രമായ ശ്രീരാമൻ. കഥയിലുടനീളം വരുന്നത് ദശരഥപുത്രനായ ശ്രീരാമനാണ്. രണ്ടാമത് ഒരു ശരീരത്തിലും വസിക്കുന്ന ആത്മാവ് ശ്രീഭർത്താവായി. മൂന്നാമത് പരമാത്മാവ് ശ്രീരാമൻ. ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ഭാവത്തിലാണ് രാമനെ നാം മനസ്സിലാക്കേണ്ടത് എന്നതിപ്പോൾ നാം മനസ്സിലാക്കാം. അതായത് തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു, ഈശ്വര ബുദ്ധിയിലൂടെ വേണം ഈശ്വരനെ മനസ്സിലാക്കാൻ. സ്വന്തം ബുദ്ധി കൊണ്ട് നമുക്ക് ഒരിക്കലും ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനിയിപ്പം നമുക്ക് ആദ്യത്തെ ഖണ്ഡം ബാലകാന്ഡത്തിലേക്ക് പോകാം. എപ്പോഴൊക്കെയാണോ ഭക്തന്മാർക്ക് പ്രീതി ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ജ്ഞാനസാഗരനായ പരമാത്മാവ്
ജ്ഞാനം നൽകാറുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഉമാ മഹേശ്വരി പാർവതി പരമേശ്വരനോട് ആവശ്യപ്പെടുകയാണ്, ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ രാമായണ മഹാതത്വം എനിക്കും ഒന്ന് ഉപദേശിച്ചാലും. അങ്ങനെ ബാലകാണ്ഡം തുടങ്ങും. നാം കണ്ടില്ലേ കേട്ടില്ലേ രാമന്റെ മഹിമ. ശ്രീരാമൻ എന്ന പദം ദശരഥപുത്രനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യനെ അല്ല ഉദ്ദേശിക്കുന്നത്, സ്വയം ഭഗവാനെയാണ്, പരമാത്മാവിനെയാണ്. മഹിമയിൽ പറയുന്നുണ്ടല്ലോ, അനന്തനാണ്, സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയാണ്, അജന്മനാണ്, അകർത്താവാണ്, അഭോക്താവാണ്, ജന്മമരണത്തിനെല്ലാം അതീതനാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്റെയും നാഥനാണ്. എന്നിങ്ങനെയുള്ള മഹിമ സാധാരണ ഒരു മനുഷ്യന്റെ ആയിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈശ്വര ബുദ്ധിയിലൂടെ ഈശ്വരീയ ജ്ഞാനം. യഥാർത്ഥ രാമൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാനെ തന്നെയാണ്, പരമാത്മാവിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മായയാൽ മൂടിക്കിടക്കുന്ന മനസ്സ് രാമൻ എന്ന പദത്തെ ഒരു മനുഷ്യനായാണ് കാണുന്നത്. അപ്പൊ അതെന്താണ് ഈ മായ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ നമുക്ക് ശ്രീരാമനെ ഒരു മനുഷ്യനായാണ് കാണുന്നത്. മായയെ അകറ്റി അകക്കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ശ്രീരാമനെ പരമാത്മാവായിട്ട് കാണാൻ സാധിക്കും. എന്താണ് മായ? എപ്പോഴാണോ ഒരു വ്യക്തി ഞാൻ ദേഹമെന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ ആ വ്യക്തി മായയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ രാമ രാമ